തിരുവനന്തപുരം മൃഗശാലയിലെ മലിനജലം ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഒഴുക്കുന്നു എന്ന വാർത്ത റിപ്പോർട്ടർ TV പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ മൃഗശാലയുടെ ചുമതലയുള്ള മന്ത്രി ജെ ചിഞ്ചുറാണി റിപ്പോർട്ടർ TVക്കൊപ്പം ചേരുകയാണ്. റിപ്പോർട്ടർ TVയുടെ വാർത്ത മന്ത്രി ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് അക്കാര്യത്തിൽ മന്ത്രിക്ക് പറയാനുള്ളത്? കഴിഞ്ഞ 6 മാസമായിട്ട് ഇത്തരത്തിലുള്ളൊരു വിഷയം നമ്മുടെ മുമ്പിൽ വന്നിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ ഈ മൃഗശാലയിൽ തന്നെ ഡയറക്ടർ അത് ടെൻഡർ ചെയ്യാനുള്ള സംവിധാനത്തിലേക്ക് പോയി. കാരണം മാലിന്യം വന്ന് കയറുന്ന ഒരു ടാങ്കായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ റിപ്പയർ വന്നപ്പോഴത്തേക്ക് അത് നമ്മൾ ടെൻഡർ ചെയ്തു. ടെൻഡർ ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ ആദ്യ ടെൻഡറുകാരൻ ഒരു 6 മാസത്തിന് മുമ്പ് എടുത്തപ്പോൾ അദ്ദേഹം ആ വർക്ക് ചെയ്യുവാൻ വേണ്ടി എത്തിയില്ല. അപ്പോൾ വീണ്ടും നമ്മളത് ക്യാൻസൽ ചെയ്ത് പുതിയ റീടെൻഡർ നമ്മൾ ചെയ്തപ്പോൾ ഒരു കമ്പനി അതിപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. അവർ കഴിഞ്ഞ 1 മാസമായിട്ട് അതിൻ്റെ വർക്ക് പുരോഗതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് എപ്പോഴത്തേക്ക് ഇത് അടിയന്തരമായി ഇത് പരിഹരിക്കാൻ തന്നെയാണോ സർക്കാർ ആലോചിക്കുന്നത്? അതെ, അടിയന്തരമായിട്ട് പരിഹരിക്കാനാണ്. കാരണം അതിനകത്ത് ഏകദേശം 50 ലോഡ് മാലിന്യം ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞു ഈ എടുത്ത ആൾക്കാർ. ഇനി ഒരു 10-15 ലോഡ് മാത്രമേ ഇവിടുന്ന് മാറ്റാനുള്ളൂ. അപ്പോഴത്തേക്കാണ് മഴ വളരെ പെട്ടെന്ന് വന്നു, വെള്ളമെല്ലാം കൂടെ വന്ന് ഈ ടാങ്കിനകത്ത് നിറഞ്ഞു. അതാണ് ഇപ്പോൾ കരകവിഞ്ഞ് ഒഴുകിയ ഒരവസ്ഥയിലേക്ക് വന്നത്. അതുകൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഈ മാർച്ച് 31 മുമ്പ് തന്നെ കരാറുകാരൻ ഇത് പരിപൂർണമായിട്ടും മെയിൻറ്റെയിൻ ചെയ്ത് നമുക്കിത് ചെയ്തു തരാം എന്നുള്ള ഒരു ഉറപ്പാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മിനിസ്റ്റർ, ഇത് ഗുരുതരമായൊരു പ്രശ്നമാണെന്ന് മിനിസ്റ്ററും പറയുന്നുണ്ട്. നമ്മൾ ഇത്രയും വർഷമായിട്ട് ഈ പ്ലാന്റ് എന്തുകൊണ്ട് പ്രവർത്തനക്ഷമമാക്കാൻ പദ്ധതികൾ തുടങ്ങിയില്ല, അതിനെക്കുറിച്ച് ആലോചിച്ചില്ല എന്നൊരു വിമർശനം കൂടിയുണ്ടല്ലോ. ഇല്ല, ഇത് ഞങ്ങളുടെ മുമ്പിൽ വന്നത് കഴിഞ്ഞ 6 മാസം മുമ്പാണ്. അന്നേരം തന്നെ നമ്മളിത് ടെൻഡർ ചെയ്യാനുള്ള നടപടിയിലേക്ക് പോയി. അതെടുത്തവർ വന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് ഈ ടെൻഡർ ഇപ്പോൾ ഉറപ്പിച്ച് കമ്പനി അത് ഏറ്റെടുത്തു. അവരുടെ പണി 1 മാസം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 31 മുമ്പ് അവരത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ മഴ 2 ദിവസമായിട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഒരു മഴ പെയ്താൽ വെള്ളം മുഴുവൻ നമുക്കറിയാം റോഡുകളിലും മറ്റിടത്ത് കിടക്കുകയാണ്. അങ്ങനെ വന്നതാണ്. ആ വെള്ളം മുഴുവൻ ഈ മലിന ടാങ്കിലേക്ക് വന്ന് നിറഞ്ഞു എന്നുള്ളതാണ് ഇപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഇത് കരകവിഞ്ഞൊഴിഞ്ഞത്. ഏതായാലും ഇതിലൊരു അടിയന്തര പരിഹാരം സർക്കാർ ആലോചിക്കുന്നു. അടിയന്തര പരിഹാരം തന്നെ ചെയ്യും. മാർച്ച് 31 ഇത് പൂർത്തീകരിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്യും. അവിടുത്തെ നമ്മുടെ സൂല ഡയറക്ടർക്ക് അതിനുള്ള നിർദ്ദേശവും ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അടിയന്തര ഇടപെടലിന് മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. മാർച്ച് 31 കരാറുകാരനത് അടിയന്തരമായി ഇത് പരിഹരിക്കണം, വീണ്ടും പ്രവർത്തനക്ഷമമാക്കണം എന്ന നിർദ്ദേശം മന്ത്രിയിൽ നിന്ന് നൽകിയിട്ടുണ്ട്. ക്യാമറമാൻ മനുവിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോഡ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.